ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫിലിമി മനിയ. ഇന്ന് നമ്മൾ ലെജൻസിന്റെ 16ാമത്തെ എപ്പിസോഡാണ് കാണാൻ പോകുന്നത്. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് കാൻലിൻ നമ്മുടെ സിയയുടെ കഴുത്ത് പിടിച്ച് ഞെരുക്കുന്നതാണ്. കാൻലിൻ, ഇത് ഞാനാണ് സിയ, നീ എന്റെ കഴുത്ത് ഞെരിക്കല്ലെന്ന് പറയുമ്പോൾ അവൻ അവളെ താഴെ ഇടുന്നു. അപ്പോഴാണ് സിയയ്ക്ക് ഓർമ്മ വരുന്നത് അവൾ ആപത്താണെങ്കിൽ ലൂ ആപത്തായിരിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ കാൻലിനെ അവിടെ ഉപേക്ഷിച്ചിട്ട് അവൾ ഓടുന്നു. അതേസമയം കാൻഷ്യനും ഈഗിളും തമ്മിൽ യുദ്ധം നടക്കുകയാണ്. അതുപോലെ ഒറ്റയ്ക്ക് ഡെവിൽ സ്ലേയറിനെ എതിർത്തോണ്ടിരിക്കുകയാണ് നമ്മുടെ ഗോഡ് ഓഫ് ഡീമൻ. അവൻ എൻ്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ലൂ പോകാൻ വരുമ്പോൾ സോറോ അവിടേക്ക് വരുന്നുണ്ട്. ഇവിടെ എന്തോ കാര്യമായിട്ട് നടക്കുന്നുണ്ട്, എനിക്ക് അങ്ങോട്ട് പോകണം, എനിക്ക് വേറെ പണിയുണ്ടെന്ന് പറഞ്ഞ് ഈഗിൾ പോകുമ്പോഴത്തേക്കും അതിന് സമ്മതിക്കാതെ കാൻഷ്യൻ അവനുമായിട്ട് യുദ്ധം ചെയ്യുന്നു. അങ്ങനെ ലൂവും സോറോയും നേർക്കുനേർ. അങ്ങനെ ഡെവിൽ സ്ലേയറിന്റെ സഹായത്തോടെ നമ്മുടെ ലൂവിനെതിരായിട്ട് സോറോ വരുമ്പോഴത്തേക്കും ഗോഡ് ഓഫ് ഡീമൻ അത് എതിർക്കുന്നു. എന്നിട്ട് അവൻ കൈ പിടിച്ച് അവളെ ഉയർത്തുന്നുണ്ട്. അപ്പോൾ സോറോ പറയാ, നിങ്ങളെ രണ്ടുപേരെ ഇവിടെ നിന്ന് ജീവനോടെ പുറത്തു പോകാൻ ഞാൻ സമ്മതിക്കില്ലെന്ന്. അതും പറഞ്ഞു വൈക്കിങ്ങിനെ ഉപയോഗിച്ച് അവൾ ഡെവിൽ സ്ലേയറിൽ ഒരു പ്രത്യേക വാളുണ്ടാക്കി ലൂവിനെ കൊല്ലാൻ വേണ്ടി വരുന്നു. അത് നമ്മുടെ ഗോഡ് ഓഫ് ഡീമൻ അവന്റെ വാൾ ഉപയോഗിച്ച് എതിർക്കുന്നുമുണ്ട്. അപ്പോൾ അവന്റെ മനസ്സിനുള്ളിലുള്ള ആ ഈവിൽ സ്പിരിറ്റിലെ അത് അവനോട് ഒരു കറുത്ത ഡ്രാഗന്റെ രൂപത്തിൽ വന്ന് സംസാരിക്കുകയാണ്. ആ സ്വപ്നത്തിൽ ഈവിൽ സ്പിരിറ്റിന് അടിമയായ ലീസനെയാണ് കാണിക്കുന്നത്. പക്ഷെ അതേ നേരം ആ ഡെവിൽ സ്ലേയറിനെ അവൻ എതിർത്ത് ആ ഒരു ഫോർമേഷനെ വന്ന് തകർക്കുന്നുണ്ട്. അവരോർത്തു അതിപ്പോൾ അവസാനിക്കുന്നതെന്ന്. ശരിക്കും അതിപ്പോഴാണ് സ്റ്റാർട്ട് ആവുന്നത്. മാസ്റ്റർ, നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് അതിനെ എതിർത്താലോ? എന്നാൽ ബാ, നമുക്ക് ഒന്നിച്ചു പോയി എതിർക്കാന്ന് പറഞ്ഞ് ലീസനും ലൂവും ആകാശത്തോട്ട് പറന്നുയരുന്നു. രണ്ടുപേരും അവരുടേതായ പവർ ഉപയോഗിച്ച് അതിനെ എതിർക്കുന്നുണ്ട്. ലീസൺ ആണെങ്കിൽ അവന്റെ വാളിന്റെ ശക്തി കൊണ്ട് ഒരു ഡ്രാഗനെ ഫോം ചെയ്യുന്നുണ്ട്. ലൂ ആണെങ്കിൽ അവളുടെ മിന്നൽ ശക്തിയും. അങ്ങനെ ആ വാളിനെ എതിർക്കുമ്പോൾ ഈഗിളിന് നേരെയും ഒരുപാട് വാളുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈഗിൾ അവന്റെ ഒരു പവർ ഉപയോഗിച്ച് എന്തോ ഒരു ശക്തി ഒരു പാമ്പിന്റെ രൂപത്തിൽ അതുമായിട്ട് ചേരുമ്പോൾ ആ ഡെവിൽ സ്ലേയർ അതോടെ അവസാനിക്കുന്നു. അങ്ങനെ പൂർണ്ണമായിട്ട് നശിച്ച് വാളുകളെല്ലാം താഴോട്ട് പോകുന്നുണ്ട്. അതേസമയം ഇമ്മോർട്ടൽ ഉള്ളവർക്ക് അഭിഷേകനം പോലെ എല്ലാം ഓരോന്നോരോന്നായിട്ട് പൊട്ടി വീഴുന്നു. അപ്പോൾ ലൂ പറയുന്നുണ്ട്, നമ്മുടെ ശക്തി മാത്രമല്ല, പുറത്തുനിന്ന് എന്തോ ഒരു ശക്തിയാണ് ഇതിനെ തകർത്തത്. അതേസമയം ഈഗിൾ പറയുന്നു, എൻ്റെ ശത്രു ഇനി നീയാണ്. അവനങ്ങനെ വെല്ലുവിളിച്ചിട്ട് ഈഗിൾ മറിഞ്ഞു പോകുന്നു. അപ്പോൾ ലൂ ലീസനോട് ചോദിക്കും, മാസ്റ്റർ, നിങ്ങളെ കാണാൻ ഇന്ന് എന്തോ വ്യത്യാസമുണ്ടല്ലോ, നിനക്കെന്താ എന്നെ കണ്ടിട്ട് പേടിയാവുന്നോ? എനിക്ക് പേടിയൊന്നുമില്ല, പക്ഷെ എന്തോ ഒരു വ്യത്യാസം. പക്ഷെ നിന്നെ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്, എനിക്ക് നിന്നെ മാത്രമേ വിശ്വാസമുള്ളെന്ന് പറയുന്നതും ലീസൺ താഴോട്ട് കുഴഞ്ഞു വീഴുന്നു. അതേസമയം ഈഗിൾ വളരെ വീക്കായിരുന്നു. നിനക്ക് എന്ത് പറ്റി കൂട്ടുകാരാന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ആ കാൻഷ്യനാണ്, ഇത് അവൻ പറഞ്ഞതുപോലെ ചെയ്തു, അവൻ എനിക്ക് എന്തോ ഒരു പണി തരുന്നുണ്ട്. ഇതും പറഞ്ഞതും കാൻഷ്യനെ കാണിക്കുന്നത് നമ്മുടെ ലൂവിനെ അടക്കിയിരുന്ന ആ മഞ്ഞുമലയിൽ അവിടെയാണ്. അവൻ അവിടെ ഇരുന്ന് എന്തോ ചെയ്യുന്നുണ്ട്, എന്ത് ചെയ്യുന്നതെന്നറിയില്ല. പക്ഷെ അവൻ അതോർത്ത് ചിരിച്ചുകൊണ്ടാണ് അവിടെ നിന്നും പോകുന്നത്. അവൻ പോയതും ഒരു കറുത്ത പുക നേരെ അവിടെ നിന്നും പോയി പടയാളികളിൽ മരിച്ച ഒരാളുടെ ശരീരത്തിനുള്ളിലേക്ക് പോകുന്നു. അയാൾക്ക് ജീവനും വരുന്നുണ്ട്. അതേസമയം ഈഗിളിനെ കാണിക്കുമ്പോൾ അവൻ പറയാണ്, ഇനി എൻ്റെ ശത്രു ലീസൺ അല്ല, ആ കാൻഷ്യനാണ്. അവൻ്റെ അന്ത്യം കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ശക്തി പൂർണ്ണമായി തിരിച്ചു കിട്ടൂ. അതേസമയം ലൂവിൻ്റെ അടുത്ത് വരുന്ന സിയോട് ചോദിക്കും, ലൂ, നിനക്ക് വാളും മന്ത്രം അറിയാമെന്ന് പറയുമ്പോൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾ ഈവിൽ ക്ലാനിലോട്ട് കൂട്ടിക്കൊണ്ടുപോകാൻ. എങ്ങനെയാണ് ഈ ഡെവിൽ സ്ലേയർ ലീസൺ തകർത്തതെന്ന് അമ്പരന്ന് നിൽക്കുകയാണ് നമ്മളെ ടീക്കൻ. അപ്പോഴാണ് ഒരു ഗാർഡ് വന്നിട്ട്, മാസ്റ്റർ, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയോന്ന് ചോദിക്കുന്നു. എനിക്കൊന്നും പറ്റിയില്ല. അതേസമയം തങ്കദേവത്തെ പോയി നോക്കിയിട്ട് ടീക്കൻ പറയാണ്, എത്രയും പെട്ടെന്ന് ഇവനെ ഫീൻ മലയിലോട്ട് മാറ്റണം. 3 ദിവസത്തിനുള്ളിൽ പൗർണമിക്കുള്ളിൽ ഇവനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. അന്ന് കൊണ്ടുവരാൻ കഴിഞ്ഞില്ലേ പിന്നെ ഇവൻ അഗാധ നിദ്രയിൽ പോയി ഇവൻ മരിച്ചു പോകും. പിന്നെ ഒരിക്കലും ഇവനെ ഉണർത്താൻ കഴിയില്ലെന്ന്. അവിടെയുള്ള സോറോയ്ക്ക് ആകെ വിശ്വസിക്കാനാവുന്നില്ല. ജിയാൻ ക്ലാൻ മൊത്തത്തെ നശിച്ചു പോയിരിക്കുന്നു. 2 ദിവസത്തിനുള്ളിൽ ഞാൻ കാൻഷ്യനെ ഉപയോഗിച്ച് എൻ്റെ തങ്കദേവത്തിനെ ഉണർത്തിയിട്ട് നിന്നെ പൂർണ്ണമായിട്ട് നശിപ്പിക്കും. അതുപോലെ തന്നെ ഈ ലീസനെ കൊണ്ട് ഇതെങ്ങനെ സാധിച്ചു എന്നാണ് സോറ ആലോചിക്കുന്നത്, അത് ഒറ്റയ്ക്ക്. അപ്പോഴാണ് ടീക്കൻ വന്നിട്ട്, മാസ്റ്റർ, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയോ? എനിക്കൊന്നും പറ്റിയില്ല, പക്ഷെ അവനെ കൊണ്ട് എങ്ങനെ ഇത് സാധിച്ചു എന്നാണ് ടീക്കനും പറയുന്നത്. സോറയും അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ടീക്കൻ പറയും, ഞാൻ ഫീൻ മലയിലോട്ട് തങ്കദേവത്തിൻ്റെ ശരീരം മാറ്റി, എത്രയും പെട്ടെന്ന് നമുക്ക് അവിടെ പോകാമെന്ന് സോറയും പറയുന്നു. അതേ നേരത്താണ് കാൻഷ്യൻ അവിടെ വരുന്നത്. മാസ്റ്റർ, നിങ്ങൾ എപ്പോഴാണ് ഇവിടെ വന്നത്? നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ മരിച്ചുപോയവരുടെ ആത്മാവിന് വേണ്ടി ശാന്തി കർമ്മങ്ങൾ ചെയ്യാമെന്ന് പറയും. അപ്പോഴാണ് ടീക്കനെ കാണുമ്പോൾ അവനെ ഇപ്പോൾ തടയണ്ട, അവനിപ്പം നിത്യശാന്തിക്ക് വേണ്ടി ആത്മാക്കളുടെ നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, അവനെ ഇപ്പോൾ തടയണ്ട, അത് കഴിഞ്ഞിട്ട് നമുക്ക് അവനെ കൂട്ടിയിട്ട് പോകാമെന്ന് പറയുന്നു.
അത് കഴിഞ്ഞിട്ട് വേണം അവൻ്റെ രക്തം എടുക്കാൻ. അതേസമയം ലൂസിയും ഒരു കാട്ടിൽ വന്ന് കിടക്കുകയാണ്. ലൂസി കൊണ്ട് ചോദിക്കുക, നിനക്കൊരു മന്ത്രം കൂടി മര്യാദയ്ക്ക് പഠിച്ചു വെക്കാൻ അറിയത്തില്ലേ? ഇത് എന്നെ ഇപ്പോൾ എവിടെ കൊണ്ടുവന്നിട്ടേക്കുന്നത്? അവനെ പോയി നോക്കാമെന്ന് പറഞ്ഞ് അവനെ വിളിച്ചെണീപ്പിക്കുന്നു. പക്ഷെ അവൻ സ്വപ്നത്തിലാണ്. അതിൽ അവൻ്റെ അച്ഛനും അവനുമാണ് ഉള്ളത്. അച്ഛൻ പറയും, മോനെ നീ ഇവിടെ കുറച്ചു നാൾ നിൽക്ക്, ഞാനിപ്പോൾ വരാമെന്ന്. അങ്ങനെ പോകുന്ന അച്ഛനെ കാണിക്കുമ്പോൾ അവൻ്റെ കാല് താന്നു പോണ്. അച്ഛൻ എന്നെ രക്ഷിക്കുന്നു പറഞ്ഞ് അവൻ കരയുന്നുമുണ്ട്. അങ്ങനെ അവൻ ആ സ്വപ്നം കണ്ടിരിക്കുമ്പോൾ ലൂ പറയാണ്, അവനിപ്പോൾ സ്വപ്നത്തിലാണ്, അതുകൊണ്ടാണ് അവൻ കണ്ണു തുറക്കാത്തതെന്ന്. കണ്ണുകളുടെ നിറം മാറി ആകെ ആ ദുഷ്ടശക്തി അവൻ്റെ പിടിയിലാക്കുന്നു. എന്നിട്ട് അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് ലീസൺ രക്ഷപ്പെടാനും ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അവൻ സിയയുടെ കഴുത്ത് പിടിച്ച് ഞെരുക്കാണ്. എടാ നീ എന്താ ചെയ്യുന്നേ? സിയയുടെ കഴുത്തിൽ നിന്ന് പിടിവിട്, ലീസൺ ലീസൺ എന്ന് അവൾ വിളിക്കുമ്പോൾ അവൻ കുറച്ച് സ്വബോധത്തിൽ വരുന്ന കാണുന്ന അവളോടും അതുപോലെ വിളിക്കാൻ പറയുന്നു. അങ്ങനെ കുറച്ച് സ്വബോധത്തിൽ വരുമ്പോൾ അവനെ കെട്ടിപ്പിടിച്ചിട്ട് പറയും, എടാ നിനക്കൊന്നും പറ്റിയില്ലെന്ന്. എന്താ ഇവനെ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഇവൻ എന്തോ ദുസ്വപ്നം കണ്ടതാണ്, അതാണ് ഇങ്ങനെയെന്ന് അവർ രണ്ടുപേരും താങ്ങി പിടിച്ച് ഈവി ക്ലാനിലോട്ട് കൊണ്ടുവരുന്നു. സിക്ക് അത് കണ്ടപാടെ ഓടി വന്നിട്ട്, നിങ്ങൾ എന്താണ് എൻ്റെ മാസ്റ്ററിനെ ചെയ്തത്? ഞാനൊന്നും ചെയ്തിട്ടില്ലെന്ന് സിയും പറയുന്നുണ്ട്. അങ്ങനെ വിളിക്കാൻ സിക്ക് ആടിനെ അയച്ചിട്ടുണ്ടായിരുന്നു. അതേസമയം സിയോട് പറയാണ്, നീ കാരണമാണ് എൻ്റെ മാസ്റ്ററിന് ഇപ്പോൾ ഇതൊക്കെ സംഭവിച്ചത്. ഇനി എൻ്റെ മാസ്റ്ററിന് എന്തെങ്കിലും പറ്റിയ അന്ന് നീ എൻ്റെ സ്വഭാവം അറിയുന്നു അവൾ പറയുന്നു. അങ്ങനെ അങ്ങനെ അടുത്ത് വന്ന ആള് പറയുമ്പോൾ, ഞാനിനി പറഞ്ഞത് എൻ്റെ കൈ കൊണ്ട് ഞാൻ അവനെ ചികിത്സിക്കില്ലെന്ന്. പെട്ടി എടുത്തുകൊണ്ട് വാടാന്നും പറഞ്ഞ് നേരെ അവൻ്റെ അടുത്തേക്ക് പോകുന്നു. എന്തിനാടാ നീ ഇങ്ങനെ ചെയ്യുന്നത്? നിന്നോടിപ്പോൾ എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു എനിക്ക് വളരെ സന്തോഷമുള്ള ദിവസം എന്ന് പറയുമ്പോൾ, ഇത്രോ നാളും അപ്പം നിനക്ക് സന്തോഷമൊന്നും ഇല്ലായിരുന്നോ? നിനക്ക് എന്താ ഇപ്പം ശരിക്കും പറ്റിയത്? ഇവൻ എന്താ ഇങ്ങനെ പറയുന്നതെന്ന് ലൂൻ ചിന്തിക്കുന്നുണ്ട്. നിനക്കിപ്പോൾ എന്താ കറക്റ്റ് പറ്റിയെന്ന് എന്നോട് പറയുകയാണെങ്കിൽ മാത്രമേ എനിക്ക് നിന്നെ ചികിത്സിക്കാൻ പറ്റൂ. നീ ഇപ്പോൾ ഡീമൺ പവർ യൂസ് ചെയ്തു, അതിനൊപ്പം എന്താ കറക്റ്റ് ഉണ്ടായെന്ന് എന്നോട് പറ. അത് പറയാതെ ഞാൻ നിനക്ക് ചികിത്സ ചെയ്തില്ലെന്ന് പറഞ്ഞ് കുവാങ് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. നീ എൻ്റെ ആത്മാർത്ഥ സുഹൃത്തല്ലേ, നീ എന്നെ ഒന്ന് ചികിത്സിക്കുന്നു പറയുന്നു. അങ്ങനെ ചികിത്സിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലൂ ആയിട്ട് ചേർന്ന ഫൈറ്റിൻ്റെ കാര്യമൊക്കെ ഓർത്ത് നമ്മൾ ലീസൺ ചിരിക്കുകയാണ് അവിടെ ഇരുന്ന്. എന്തിനവൻ ചിരിക്കുന്നതെന്ന് ലൂവും വിചാരിക്കുന്നുണ്ട്. അതേസമയം സോറോ ആണെങ്കിൽ മറ്റുള്ള ക്ലാനുകൾക്ക് എല്ലാവർക്കും തന്നെ ലെറ്റർ അയച്ച് കാണും. 3 ദിവസത്തിനുള്ളിൽ ഒരു മീറ്റിംഗ് ഉണ്ട്, അതിന് പങ്കെടുക്കണമെന്ന്. എല്ലാവരും റിപ്ലൈ തന്നോന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും വരാമെന്ന് സമ്മതിച്ചു. പക്ഷെ കാൻഷൻ മാത്രം സമ്മതിച്ചിട്ടില്ല, ഇതുവരെ ഒന്നും പറഞ്ഞില്ല. കാരണം അവൻ എന്തായാലും വരാതിരിക്കത്തൊന്നുമില്ല. കാൻഷൻ ഇപ്പോൾ ഈഗിളിന് പുറകെ എന്ന് പറയുമ്പോൾ, ഈഗിളോ? അവനല്ലേ ആ ഈവി ക്ലാനെതിരായിട്ട് ഇപ്പോൾ യുദ്ധം ചെയ്യുന്നത്? അവൻ തന്നെ, അവന്റെ പുറകെയാണ് ഇപ്പോൾ കാൻഷൻ. പിന്നെ കാൻഷനെയാണ് കാണിക്കുന്നത്. സോറോ ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്, അതിന് നമ്മൾ പോകണോ? അത് ലീസണിനെതിരായിട്ടാന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പോകണം. അവൻ നമ്മുടെ ഇമോട്ട ക്ലാനിനും കൂടെ ചേർന്നാണ് നശിപ്പിച്ചത്, അതുകൊണ്ട് എന്തായാലും നമ്മൾ പോയേ മതിയാവൂന്ന് കാൻഷനും പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ടീക്കനെ ഇമോഷനാണ്. നിങ്ങൾ പറഞ്ഞ പോലെ ഞാനിപ്പോൾ അവനെ വീക്കാക്കിയിട്ടുണ്ട്, ഇനി നിങ്ങൾക്ക് എന്ത് വേണേലും ചെയ്യാം. പക്ഷെ അതിനു മുമ്പ് ഒരു ഉപകാരം നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളാണ് ഇതിന് കൂട്ടുന്നതെന്ന് ഞാൻ അവിടെ പറയുമെന്ന് ടീക്കൻ പറയുന്നു. ഓഹോ, നീ അപ്പോൾ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ? അല്ല, ഞാനൊരു കാര്യമാണ് പറയാൻ വരുന്നത്, അത് ശ്രദ്ധിച്ചു വെക്കണം. ശരിക്കും നിങ്ങളുടെ അവിടെ 2 CA ഉണ്ട്, അതിലേതാണ് ഞങ്ങളുടെ CA എന്ന് കണ്ടുപിടിച്ചു തരണമെന്ന്. 2 CAയും ജീവനോടെ വേണമെന്ന് പറയുന്നു. അതേസമയം ദുഷ്ടശക്തി കാരണം ലീസൺ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഇമോഷ അവിടെ വരുന്നതാണ്. ചേക്കി മാസ്റ്ററിനെ എനിക്ക് കാണാമെന്ന് പറയുമ്പോൾ, അതിപ്പോൾ പറ്റിയില്ല, എന്താ വന്നതെന്ന് ചോദിക്കുമ്പോൾ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇവിടെ ശരിക്കും 2 CA ഉണ്ട്, ആ 2 CA ചേർന്നിട്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായത്. നിനക്ക് ഇതുവരെ അവളുടെ മേലെ ഒരു സംശയം തോന്നിയിട്ടില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് സീക്ക് ചിന്തിക്കുന്നത്, അന്ന് മുഖം മൂടിയൊരു കുട്ടി അവളുടെ കൂടെ ഉണ്ടായിരുന്നത്, നീ എന്താ അവളുടെ മുഖം കാണിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ അവൾ എൻ്റെ വേലക്കാരിയെന്ന് പറഞ്ഞ് അവൾ തടി ഊരിയ കാര്യങ്ങളൊക്കെ. ഇതോർക്കുന്ന സീക്കിക്ക് ഒരു കാര്യം മനസ്സിലായി, അവള് ഈ മോശി പറഞ്ഞ പോലെ തന്നെ 2 CA ഉണ്ടെന്ന്. ക്യാപ്റ്റൻ, ഇവിടെ എന്താണ് നടക്കുന്നത്? 2 CAയോ? ഇപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, അവള് രാത്രി മാത്രമേ എന്താ ഇത്ര ധൈര്യശാലിന്ന് ഞാൻ കണ്ടുപിടിച്ചോളാമെന്ന് സീക്ക് പോകുന്നു. അതേസമയം ലൂൻസിയും തനിച്ചിരിക്കുകയാണ്. നീ എന്താ ചിന്തിക്കുന്നതെന്ന് ലൂ ചോദിക്കുമ്പോൾ, ഞാൻ എൻ്റെ അച്ഛനെ ഒരുപാട് മിസ് ചെയ്യുന്നു. അദ്ദേഹം ജീവനോടെ ഉള്ള സമയത്ത് ഞാൻ അദ്ദേഹത്തിന് ഒരു നല്ല മോളായിട്ടിരുന്നിട്ടില്ല, അതുപോലെ ഭക്ഷണം കൂടി ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ ഉള്ളപ്പോൾ അറിയില്ലെന്ന് പറയുമ്പോൾ ലൂ അവളുടെ മുത്തശ്ശനെ കുറിച്ച് ചിന്തിക്കുന്നു. ലൂ, എന്ന് ഞാൻ നിന്റെ കൂടെ ഇരിക്കണമെന്നില്ല, എന്നെങ്കിലും ഞാൻ മരിക്കുമ്പോൾ നീ ഒറ്റയ്ക്കാവും, അന്ന് നീ ഒറ്റയ്ക്ക് ജീവിക്കണം. ഈ കാര്യങ്ങളൊക്കെ ലൂ ആലോചിക്കുന്നു. അതേസമയം പറയാം, ഞാൻ ഇനി എൻ്റെ അച്ഛന് വേണ്ടി ജീവിക്കും, അതുപോലെ തന്നെ ഞാൻ എൻ്റെ സ്നേഹം എല്ലാവരോടും തുറന്നു കാണിക്കും. അതുപോലെ നീ ഇനിയും നിൻ്റെ കയ്യിൽ കിട്ടിയ സ്വത്തിനെ നശിപ്പിക്കരുത്. നിൻ്റെ കയ്യിലിരിക്കുന്ന ആ ലീസണാണ്, അവനാണ് നിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്, അവനെ നീ നല്ലപോലെ നോക്കണമെന്ന് പറഞ്ഞ് ഇതും പറഞ്ഞ് സിയ അവിടെ നിന്നും എണീറ്റ് പോകുന്നു. അപ്പോൾ ലൂ ചിന്തിക്കുകയാണ്, കഴിഞ്ഞ ദിവസം അവൻ അവളെ രക്ഷിച്ചതൊക്കെ. ഇതും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡ് വരുന്നവരേക്കും ബൈ.